അപ്പൊ വിഷ്ണു നിന്റെ കൂട്ടുകാരനല്ല അല്ലേ? അതിനുള്ള ഉത്തരം ഈ സർട്ടിഫിക്കറ്റിലുണ്ടടി. അപ്പൊ നീ അത് മറച്ചു വെച്ചോണ്ടായിരുന്നു സിദ്ധുവിനെ വിവാഹം കഴിച്ചതല്ലേ? അതെ, അതിന് പല കാരണങ്ങളുണ്ട്, പല ലക്ഷ്യങ്ങളും. സമ്മതിക്കില്ലടി ഞാൻ. ഈ വിവരം ഇപ്പൊ തന്നെ ഞാൻ സിദ്ധുവിനെ വിളിച്ച് പറയാൻ പോവാ. ഒരിക്കലും നിങ്ങൾ ഈ വിവരം ആരോടും പറയില്ല. പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? വെറുതെ അല്ല അവൻ വരുമ്പോ നീ പൂച്ചയെ പോലെ പമ്മുന്നത്. അതെ, ഞാൻ പമ്മുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ എല്ലാത്തരം ഭ്രാന്തുകൾക്കും ഞാൻ വഴങ്ങിയിരുന്നു. വിഷ്ണുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഡിവോഴ്സ് പേപ്പറിൽ വരെ ഒപ്പിടാൻ ഞാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഇതുകൊണ്ടാ, കമ്മിറ്റ്മെന്റ്. എല്ലാം ഇന്നത്തോടെ അവസാനിക്കും. സിദ്ധു തന്നെ ഇന്ന് തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അതിന് സിദ്ധോടനൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. നിങ്ങളത് പറയാൻ പോകുന്നുമില്ല. എന്നെ തടയാൻ നിനക്ക് പറ്റുമോ? പറ്റും. നിങ്ങളെന്നല്ല, ആരെ തടയാനും ഞാൻ വിചാരിച്ചാ സാധിക്കും. മര്യാദയ്ക്ക് അതിങ്ങത്താ. ഇല്ലടി, താരാനല്ലേ പറഞ്ഞു. ഇല്ല, തരത്തില്ല ഞാൻ. ചന്ദ്രനെ ഉപദ്രവിക്കരുത്, വിടാനാ പറഞ്ഞത്. ഹലോ, എനിക്കൊരു സഹായം വേണം. പ്രേമിച്ചില്ലേ, പ്രേമിച്ചായിട്ടൊരു വഴക്കുണ്ടായി. ആ ബഹളത്തിനിടയിൽ പ്രേമിച്ച് തലയിടിച്ച് വീണു. ഇപ്പൊ ബോധമില്ല. ആ ബോഡി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം ശരത്തെ. എന്തിനാ അങ്ങനൊക്കെ ചെയ്തത്? ചെയ്യേണ്ടി വന്നു. അച്ഛനടക്കം ആരും ഇവിടെ ഇല്ല. വേഗം ഒരു വണ്ടിയായിട്ട് ഇവിടെ വരണം. എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ശരി, വരാം. ആദ്യം വണ്ടി കിട്ടുമോ നോക്കട്ടെ. എന്താ ശരത്തെ? തങ്കച്ചി ഇപ്പൊ എവിടെ ഉണ്ട്? എന്താ? എനിക്കൊരു സഹായം വേണമായിരുന്നു. പറഞ്ഞോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വണ്ടി വേണം. എന്തിനാ ശരത്തെ? അതൊരു ആശുപത്രി കേസാ. ആരാ? എൻ്റെ അമ്മ. എന്തു പറ്റി? അത് BP ലോ ആയെന്ന് തോന്നുന്നു. ഒരു തലകറക്കം പോലെ. എന്നാ ഒരു ഓൺലൈൻ ടാക്സി വിളിക്കും. എൻ്റെ ഫോണിലാ ആ പിള്ള തങ്കച്ചി. എന്നാ ഒരു ഓട്ടോ വിളിക്കും. അതൊന്നും ശരിയാവില്ല. ഒരു വണ്ടി അയക്കാൻ പറ്റുമോ തങ്കച്ചിക്ക്? വൈകില്ലേ, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. സാരമില്ല തങ്കച്ചി. നീ ഇപ്പൊ എവിടെയുണ്ട്? ലൊക്കേഷൻ അയച്ചുതരാം. എന്നാ അയക്ക്. ഞാൻ തന്നെ വന്നാലൊന്ന് ആലോചിക്കുന്നത്. നിന്റെ അമ്മ ആശുപത്രി കൊണ്ടുപോകാനല്ലേ, അതെന്റെ വണ്ടി കൊണ്ടുപോവാം. അത് വേണ്ട തങ്കച്ചി. അതെന്താ? അല്ല, ഇതുപോലൊരു ചെറിയ കാര്യത്തിന് ഞാൻ തങ്കച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് പ്രശ്നമില്ലെന്നേ. എനിക്ക് പ്രശ്നമുണ്ട്. പറ്റുമെങ്കിൽ ഒരു വണ്ടി അയച്ചാ, അല്ലെങ്കിൽ ഞാൻ വേറെ വണ്ടി നോക്കിക്കോളാം. എന്താണ്, എന്തേലും തരികിടക്കാണോ വണ്ടി ചോദിക്കുന്നത്?
അതെന്താ തങ്കച്ചിക്ക് എന്നെ വിശ്വാസമല്ലേ? എനിക്ക് എന്നെ പോലും വിശ്വാസമല്ല, പിന്നെയല്ലേ നീ.